പെരിന്തൽമണ്ണ താഴേക്കോട് ജുമാ മസ്ജിദിൽ മോഷണം. പള്ളിയുടെ ഓഫീസിൽ കയറി യുവാവ് പണം മോഷ്ടിച്ചു. പള്ളി കമ്മിറ്റി പരാതി നൽകിയതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാത്രി 1 മണിയോടെയാണ് മോഷ്ടാവ് താഴേക്കോട് വലിയ മസ്ജിദിന്റെ ഓഫീസിനകത്ത് കടന്നത്. മോഷ്ടാവായ യുവാവ് പള്ളിയിലേക്ക് വരുന്നതും മോഷ്ടിക്കാനുള്ള ശ്രമവും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പള്ളിയുടെ ഓഫീസിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച രാവിലെ സുബഹി നമസ്കാരം നിർവഹിക്കുന്നതിന് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പള്ളിയുടെ ഓഫീസ് വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. മോഷണ സംഭവത്തിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ ഓഫീസിലാണ് ഇന്നലെ രാത്രിയിൽ കളവ് നടന്നത്. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയോടനുബന്ധിച്ചുള്ള കോളേജിലെ കുട്ടികൾ വന്ന സമയത്താണ് ഓഫീസിന്റെ വാതിൽ പൂട്ട് പൊട്ടിച്ച് തുറന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ആ സമയത്ത് തന്നെ ഒരു വിവരം അറിയിക്കുകയും 5 മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. ഒരു 7 മണിക്കുള്ളിൽ തന്നെ പോലീസ് പള്ളിയും അതുപോലെ തന്നെ ഓഫീസൊക്കെ ഒന്ന് പരിശോധിച്ചു. ആവശ്യമായിട്ടുള്ള CCTV ഫുട്ടേജും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. രാത്രി 1 മണിക്ക് ശേഷം ആണ് അവിടെ കളവ് നടന്നത് എന്നാണ് CCTVയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ബാങ്ക് അവധിയായതിനാൽ പള്ളി ഓഫീസിലുണ്ടായിരുന്ന കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളിയിലും പരിസരത്തുള്ള മക്കാമിലുമൊക്കെ കള്ളൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും നഷ്ടപ്പെടുവാനുള്ള വിവരമില്ല. എന്തായാലും പോലീസ് വിഷയത്തിൽ വളരെ ശക്തമായിട്ട് അന്വേഷണം നടത്തിയിരിക്കുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശത്തും ചില സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. മോഷ്ടാവിനെ കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.